നമസ്കാരം, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരുടെയും ഒരുപാട് ദിവസത്തെ റിക്വസ്റ്റാണ് ഫുൾ ബോഡി വർക്കൗട്ട്, 1 hour വർക്കൗട്ട്. സോ ഓൾമോസ്റ്റ് ഒരു 45-50 മിനിറ്റ്സ് നമുക്ക് നിന്ന് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ടിൻ്റെ വീഡിയോ ആണ് വരുന്നത്. ഒരു 500 grams റിഡക്ഷൻ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് 2 നേരം ചെയ്യുക. മോർണിംഗ് നല്ലപോലെ സ്ട്രെച്ച് ചെയ്ത് നല്ലപോലെ വർക്കൗട്ട് ചെയ്യുക, ആൻഡ് ഈവനിങ് ഓൾസോ യു ഡു ദാറ്റ്. ആൻഡ് ഇതിൽ വാമപ്പും സ്ട്രെച്ചിങ്ങും ഇൻക്ലൂഡഡ് ആണ്. ഇനി വർക്കൗട്ടിനെ പറ്റി എല്ലാവരും ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് വേഗം വർക്കൗട്ടിലോട്ട് കിടക്കാം. വർക്കൗട്ടിൻ്റെ ചില കോമൺ റൂൾസ്. വർക്കൗട്ട് ചെയ്യുന്നത് എംപ്റ്റി സ്റ്റൊമക്കിലാണ് ഏറ്റവും കൂടുതൽ കാലറി ബേണിംഗ് തരുന്നത്. ഭക്ഷണം കഴിച്ച് 3.5 മണിക്കൂറിന് ശേഷം എപ്പോൾ വേണമെങ്കിലും വർക്കൗട്ട് ചെയ്യാം. വർക്കൗട്ട് കഴിഞ്ഞതിന് ശേഷം ബോഡി റൂം ടെമ്പറേച്ചറിലായതിനു ശേഷമേ ഭക്ഷണം കഴിക്കുകയോ കുളിക്കുകയോ ഉറങ്ങുകയോ ചെയ്യാവൂ. വർക്കൗട്ട് ചെയ്യുന്നതിനിടയിൽ ബോഡി നല്ല ഹൈ ഹീറ്റ് എമിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ അതിനെ കൂൾ ഡൗൺ ചെയ്യുന്നതിന് വേണ്ടി ഫാൻ ഇട്ട റൂമിൽ തന്നെ നിങ്ങൾ വർക്കൗട്ട് ചെയ്യണം. ആൻഡ് അതേപോലെ നല്ല വെന്റിലേഷനുള്ള വായുസഞ്ചാരമുള്ള റൂമിലാണ് വർക്കൗട്ട് ചെയ്യേണ്ടത്. കാരണം നമ്മൾ എക്സെയിലും ഇൻഹെയിലും ചെയ്യുമ്പോൾ നല്ല എയർ സർക്കുലേഷൻ ഉണ്ടാവുന്നതിന് വേണ്ടി കീപ് യുവർ വിൻഡോസ് ഓപ്പൺ ആൻഡ് ഡു വർക്കൗട്ട്. ഓക്കെ. ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ബിറ്റ്വീൻ വെള്ളം കുടിക്കാമോ? ഓഫ് കോഴ്സ്. നിങ്ങൾക്ക് ഡീഹൈഡ്രേഷൻ സംഭവിക്കാൻ പാടില്ല. അപ്പോൾ ദാഹിക്കുന്നുണ്ടെങ്കിൽ വെള്ളം കുടിക്കുക. സിപ്പ് ചെയ്ത് കുറേശ്ശായിട്ട് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ. എന്ന് കരുതി നിർബന്ധമായിട്ട് കുടിക്കണം എന്നല്ല, നിങ്ങൾക്ക് ദാഹിക്കുന്നുണ്ടെങ്കിൽ സിപ്പ് ചെയ്ത് വെള്ളം കുടിക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പം നമുക്ക് വർക്കൗട്ടിലോട്ട് ഇറക്കാം. വാമപ്പ് ചെയ്തിട്ടേ വർക്കൗട്ട് ചെയ്യാവൂ. വർക്കൗട്ട് കഴിഞ്ഞതിന് ശേഷം സ്ട്രെച്ചിങ് ചെയ്യണം. എല്ലാം ഇതിൽ തന്നെ ഉണ്ട്. ഓക്കെ, ഗെറ്റ് റെഡി, സ്റ്റാർട്ട്. വാമപ്പാണ് ചെയ്യുന്നത്. ജസ്റ്റ് കൈകൾ ഇങ്ങനെ ഫ്രണ്ടിലോട്ട് ട്വിസ്റ്റ് ചെയ്യുക. 1 2 3 4 5 തിരിച്ച് 1 2 3 4 5 ക്ലോക്ക് വൈസിലും ആൻറ്റി ക്ലോക്ക് വൈസിലും കൈ രണ്ടും ലോക്ക് ചെയ്യുക. മേലോട്ട് നല്ലപോലെ ഇൻഹെയിൽ ചെയ്തിട്ട് സ്ട്രെച്ച് ചെയ്യുക. നല്ലപോലെ എക്സെയിൽ ചെയ്തിട്ട് താഴോട്ട് വരൂ. കൈകൾ താഴത്ത് പതിപ്പിക്കുക. 1 2 3 4 5 കൈയെടുത്ത് ഷോൾഡറിൽ വയ്ക്കുക. ഫ്രണ്ടിലോട്ട് 1 2 3 1 2 3 സ്റ്റോപ്പ്. എപ്പോഴും വാമപ്പ് സ്ലോലി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. കൈ ബാക്കിലോട്ട് വയ്ക്കുക. 1 2 3 1 2 3. ഓക്കെ. ഒരു കൈ മാത്രം ബാക്കിൽ വയ്ക്കുക. 1 2 3 കറക്കുക. തിരിച്ചും കറക്കുക. ക്ലോക്ക് വൈസ് ആൻഡ് ആൻറ്റി ക്ലോക്ക് വൈസ്. 1 2 3. ആ കൈ അതേപോലെ ബാക്കിലോട്ട് വെച്ചേക്കുക. എന്നിട്ട് മറ്റേ കൈ ക്ലോക്ക് വൈസ് ആൻഡ് ആൻറ്റി ക്ലോക്ക് വൈസ്. 1 2 3 തിരിച്ച് 1 2 3. ഓക്കെ. കാലുകൾക്ക് ആക്ഷൻ കൊടുക്കാം. അടുത്തത് സ്ലോലി 1 2 1 2 1 2. ഓക്കെ. നെക്കിനാണ് അടുത്തതായിട്ട് ആക്ഷൻ കൊടുക്കുന്നത്. അതും സ്ലോലി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പെട്ടെന്ന് കഴുത്തൊന്നും പിടിച്ച് തിരിക്കരുത് കേട്ടോ. ഓക്കെ. 1 2 3 തിരിച്ചിങ്ങോട്ടും അതേപോലെ തന്നെ ചെയ്യുക. 1 2 3. ഓക്കെ. അതോടൊപ്പം ചെയ്യുന്ന കുറച്ച് സിമ്പിൾ എക്സസൈസസ് കൂടി ചെയ്യാം. ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും ഇതുപോലെ നെക്കിനൊക്കെ പെയിൻ ഉള്ളവർക്ക് ഈ എക്സസൈസസ് ഒക്കെ സ്ഥിരമായിട്ട് ചെയ്യാം. സൈഡിലോട്ട് അതുപോലെ ബാക്കിലോട്ട് നോക്കുന്നത് പോലെ അതും 3 റിപ്പീറ്റേഷൻ ചെയ്യാം. അപ്പോഴേക്കും കഴുത്തിൻ്റെ ഈ ഭാഗം ഒന്ന് സ്ട്രെച്ചിങ് ചെയ്ത പോലെ ആയിട്ടുണ്ടായിരിക്കും. ദെൻ യു ക്യാൻ സ്റ്റാർട്ട് യുവർ വർക്കൗട്ട്. കാലുകൾ ഷോൾഡർ ലെവലിൽ അകത്തി വയ്ക്കുക. അത് നമുക്ക് ബാലൻസ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. എപ്പോഴും നമ്മൾ കാല് കുറച്ച് അകത്തി വയ്ക്കുന്നത് എന്തിനാണ്? ബാലൻസ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഷോൾഡറിൻ്റെ അകലത്തിൽ വെച്ചേക്കുക. ഇനി കാലുകൾ ഹീൽ ഉയർത്തുമ്പോൾ കൈ ഉയർത്തി വയ്ക്കുക കേട്ടോ. 1 2. ഇത് കാലിൻ്റെ മസിൽസ് ടൈറ്റൻ ചെയ്യുന്നതിനാണ് ചെയ്യുന്നത്. 3 4. സൂപ്പർ എക്സസൈസാണ്. 5. സ്ലോലി ചെയ്താൽ മതി, വീഴരുത്. 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30
31, 32, 33, 34, 35, 36, 37, 38, 39, 40, 1, 2, 3, 4, 5, 6, 7, 8, 9, 10. റിലാക്സ്. കാലിൻ്റെ മസിൽസിന് പെയിൻ ഉണ്ടെന്നല്ലേ പറയാൻ വരുന്നത്, അതിവിടെ വിഷയമല്ല, ഇതൊക്കെ ഇവിടെ സ്വാഭാവികമാണ് കേട്ടോ. ഓക്കെ, അടുത്ത എക്സസൈസ്. 1, 2 ഒരേ സൈഡിലോട്ട് തന്നെയാണ്. 3, 4, 5, 6, 7, 8, 9, 10, 11, കോൺസെൻട്രേറ്റ്, 12, 13, കൈയിൻ്റെ മീതെ കാല് മുട്ടാൻ വേണ്ടി ശ്രമിക്കൂ, 14, 15, ഇറ്റ്സ് നോട്ട് ഈസി എനിക്കറിയാം, 16, 17, 18, 19, 20, 1, 2, 3, 4, 5. അര നല്ല ഷേപ്പായിട്ട് വരണമെങ്കിൽ ഈ എക്സസൈസ് ചെയ്യണം. ഓക്കെ, അടുത്ത സൈഡും അതുപോലെ തന്നെ, കൈ അതുപോലെ തന്നെ ഹോൾഡ് ചെയ്യുക, ഈ സൈഡിലോട്ട് അതേ ആക്ഷൻ കൊടുക്കുക. എവിടേക്കാണ് നിങ്ങൾക്ക് പെയിൻ എടുക്കുന്നത് അവിടേക്കൊന്ന് തട്ടിക്കൊടുക്കുക മസിൽസിന്. ഓക്കെ, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 1, 2, 3, 4, 5. റിലാക്സ് ഗൈസ്. ആ എക്സസൈസ് കഴിഞ്ഞിരിക്കുകയാണ്. നന്നായിട്ട് ഇൻഹെയിൽ എക്സെയിൽ ചെയ്തിട്ട് ബോഡി ഒന്ന് കൂൾ ഡൗൺ ആക്കൂ. വർക്കൗട്ടിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക. നമ്മൾ എന്ത് കൈൻഡ് ഓഫ് ബോഡിയാണ് നമുക്ക് ഫ്യൂച്ചറിൽ വേണ്ടത് അത് ഇമാജിൻ ചെയ്തുകൊണ്ട് വർക്കൗട്ട് ചെയ്യുക. ഹാപ്പി ആയിട്ട് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. സോ നെക്സ്റ്റ് 1, മീതങ്ങനെ ക്ലാപ്പ് ചെയ്യുക, താഴോട്ട് കിടന്ന് കൈ പതിപ്പിക്കുക. 2, 3, 4, 5, 6, കൈയുടെ മൂവ്മെൻറ്റ് അതുപോലെ തന്നെ കേട്ടോ. 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40, 1, 2, 3, 4, 5, 6, 7, 8, 9, 10. റിലാക്സ്. വർക്കൗട്ട് ചെറുതായിട്ട് ഡിഫിക്കൽട്ടാണ് അല്ലേ? ഓഫ് കോഴ്സ് വെയ്റ്റ് റിഡക്ഷന് വേണ്ടിയിട്ടല്ലേ നമ്മൾ ട്രൈ ചെയ്യുന്നത്. നമുക്ക് അത്രയും വെയ്റ്റ് റിഡക്ഷൻ കിട്ടുകയും വേണം,
നമുക്കൊരു പണിയെടുക്കാനും പറ്റില്ല, അത് സംഭവിക്കില്ലല്ലോ. സോ ഹാർഡ് വർക്ക് പേസ് ഓഫ്. ഓക്കെ, അടുത്ത എക്സസൈസിലോട്ട് കിടക്കാം. ജസ്റ്റ് കൈ ഇങ്ങനെ മേലോട്ട് ഇങ്ങനെ ടൈറ്റായിട്ട് പിടിച്ച് ഒരു സൈഡിലോട്ട് 1, അവിടെ നിന്ന് എടുത്തിട്ട് സർക്കിൾ, ഹാഫ് സർക്കിൾ എടുത്തിട്ട് ഇപ്പുറത്തെ സൈഡിൽ 2, ഹാഫ് സർക്കിൾ 3, ഹാഫ് സർക്കിൾ 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 1, 2, 3, 4, 5. ഓഫ്, ചത്ത് അല്ലേ? യെസ്, കൈ ഫ്രണ്ടിലോട്ട് വെച്ചിട്ട് ഒന്ന് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്ത് റിലാക്സ് ചെയ്തോളൂ. അടുത്ത 25 റിപ്പീറ്റേഷൻ നമുക്കിപ്പോൾ ചെയ്യണം കേട്ടോ, സമയമില്ല അധികം. ഓക്കെ, യെസ്, ബ്രത്ത് ഒന്ന് നോർമലായി എങ്കിൽ യെസ്, സ്റ്റാർട്ട് സ്ലോലി. ഇപ്പുറത്തെ സൈഡിലോട്ട് 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 1, 2, 3, 4, 5. ഓക്കെ, റിലാക്സ്. നല്ലോണം ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യൂ. അതിനുശേഷം അടുത്തത് സിമ്പിൾ വർക്കൗട്ടുകളാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40, 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ലിഫ്റ്റഡ് ആയിട്ടുള്ള ബ്രസ്റ്റ് കിട്ടുന്നതിന് ഈ ഒരു എക്സസൈസ് നല്ലപോലെ സഹായിക്കും. യെസ്, ഒന്ന് റിലാക്സ്ഡ് ആയ സ്ഥിതിക്ക് അടുത്ത എക്സസൈസിലോട്ട് നമുക്ക് കടക്കാം. ജസ്റ്റ് ബാക്കിലോട്ട് കൈ വെച്ചിട്ട് കൈകളുടെ മീതെ കാല് മുട്ടിക്കാൻ ശ്രമിച്ചാൽ മതി. ഇത്ര എത്തണം എന്ന് ഞാൻ പറയില്ല, എൻ്റെ അത്ര എത്തണം എന്ന് ഞാൻ പറയില്ല. 1, 2, 3, 4, 5, 6, ലവ് ഹാൻഡിൽസ് കുറഞ്ഞിട്ട് 7, 8, 9, നല്ല അരവണ്ണം കിട്ടും. 10, 11, 12, 13, 14, 15, 16, അര ഷേപ്പായിട്ട് കിട്ടും എന്നാണ് ഉദ്ദേശിച്ചത്. 17, 18, 19, 20, 21, 22, 23, 24, 25. എൻ്റെ സ്പീഡ് ഓക്കെ അല്ലാത്തവർക്ക് വീഡിയോ സ്റ്റോപ്പ് ചെയ്തിട്ട് അവരവരുടെ സ്പീഡ് അനുസരിച്ച് ചെയ്യാം. ഓക്കെ, ഞാൻ ഈ സ്പീഡിൽ കംഫർട്ടബിളായി മാക്സിമം ഞാൻ സ്പീഡ് കുറച്ചിട്ടാണ് ചെയ്യുന്നത്. പറ്റാത്തവർക്ക് അവരവരുടെ സ്പീഡിൽ ചെയ്യാം. അഥവാ ആർക്കെങ്കിലും ബാക്കിന് സർജറി കഴിഞ്ഞവരോ സിവിയർ ബാക്ക് പെയിനോ ഉള്ളവർക്ക് ഈ വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഓക്കെ, വെള്ളമൊക്കെ കുടിച്ചല്ലോ എന്നാൽ നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാം. യെസ്, സ്ലോലി ചെയ്താൽ മതി എൻ്റെ സ്പീഡിന് പറ്റുന്നില്ലെങ്കിൽ. വീണ്ടും പറയുന്നു കേട്ടോ. ഓക്കെ, യെസ്, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15,
16, 17, 18, 19, 20, 1, 2, 3, 4, 5. പ്രാക്ടീസ് ഇല്ലാത്ത ഒരാൾക്ക് ഇതേപോലെ കൈമുട്ടിക്കാനൊന്നും സാധിക്കില്ല. ഞാൻ പ്രാക്ടീസ് ഉള്ള ആളാണ്, അതുകൊണ്ടാണ് കേട്ടോ. അടുത്ത വർക്കൗട്ട് ഭയങ്കര സിമ്പിളാണ്, ഇതാർക്കും ചെയ്യാം. ഓക്കെ, 1 ഒരു ഡിഫിക്കൽട്ട് കഴിഞ്ഞാൽ ഒരു സിമ്പിൾ. 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40, 1, 2, 3, 4, 5, 6, 7, 8, 9, 10. റിലാക്സ്. വീണ്ടും അടുത്ത എക്സസൈസ് കുറച്ച് ഡിഫിക്കൽട്ടാണ്. സോ ജസ്റ്റ് ഒന്ന് ജമ്പ് ചെയ്യുക, കൈകൾ ഉയർത്തിക്കൊണ്ട്, ദെൻ നിലത്ത് കൈമുട്ടിക്കുക. സോ ചെയ്യാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30. റിലാക്സ്. ഓഫ്. ഒന്ന് റിലാക്സ് ചെയ്തിട്ട് റീസ്റ്റാർട്ട് ചെയ്യൂ. അടുത്ത എക്സസൈസ് ജസ്റ്റ് കാലുകളുടെ ഇതുപോലെ. ഓക്കെ, 1, 2, 3, 4, 5, 6, 7, 8, wow, 9, 10, come on, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40, 1, 2, 3, 4, 5, 6, 7, 8, 9, 10. റിലാക്സ്. വാവ്. എവിടെയാണോ പ്രഷർ ഉപയോഗിക്കുന്നത് അവിടെ ബ്രീത്ത് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് വർക്കൗട്ടിൻ്റെ നിയമം. അപ്പോൾ നമ്മൾ പ്രഷർ ഉപയോഗിച്ചുകൊണ്ട് ബെൻഡ് ആവുന്നു, ബ്രീത്ത് ഔട്ട് ചെയ്യൂ, ബ്രീത്ത് ഇൻ ചെയ്തിട്ട് നിവരൂ. മനസ്സിലായല്ലോ? ഓക്കെ, 1, 2, 3, 4,
5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40, 10, 9, 8, 7, 6, 5, 4, 3, 2, 1. റിലാക്സ്. അടുത്ത സിമ്പിൾ എക്സസൈസ്. ജസ്റ്റ് കൈകൾ ഇങ്ങനെ പിടിച്ചിട്ട് കാലുകൾ 1 കൂട്ടുക, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40, 10, 9, 8, 7, 6, 5, 4, 3, 2, 1. റിലാക്സ്. ഹോൾ ബോഡി ഫാറ്റ് റിഡക്ഷന് വേണ്ടി എന്താ അടിപൊളി എക്സസൈസ് സെറ്റാണ് ഗൈസ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്ത വർക്കൗട്ടിലോട്ട് കിടക്കാം. യെസ്, നല്ലപോലെ സ്ട്രെച്ച് ചെയ്തേക്കണം കേട്ടോ. ഓക്കെ, 1, 2, 3, 4, 5, തല ഉയർത്തിക്കൊണ്ട് ചെയ്യണം, താഴ്ത്തരുത്. 6, 7, 8, 9, 10, 11, ഗ്രിപ്പുള്ള സ്ഥലത്ത് വേണം ചെയറോ സ്റ്റൂളോ ഇടാൻ. 12, 13, സ്ലിപ്പാവരുത്. 14, 15, 16, 17, 18, 19, നല്ലപോലെ സ്ട്രെച്ച് ചെയ്യൂ. 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40, 10, 9, 8, 7, 6, 5, 4, 3, 2, 1. റിലാക്സ്, റിലാക്സ്, റിലാക്സ്. അടുത്തത് സ്ലോലി ഇൻസൈഡിലോട്ടും ഔട്ട്സൈഡിലോട്ടും ജമ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ. സോ സ്ലോലി ചെയ്താൽ മതി. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40, 41, 42, 43, 44, 45, 46, 47, 48, 49, 50, 51, 52, 53, 54, 55, 56, 57, 58, 59, 60, 61, 62, 63, 64, 65, 66, 67, 68, 69, 70, 71, 72, 73, 74, 75, 76, 77, 78, 79, 80, 81, 82, 83, 84, 85, 86, 87, 88, 89, 90, 91, 92, 93, 94, 95, 96, 97, 98, 99, 100, 101, 102, 103, 104, 105, 106, 107, 108, 109, 110, 111, 112, 113, 114, 115, 116, 117, 118, 119, 120, 121, 122, 123, 124, 125, 126,
10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40, 1, 2, 3, 4, 5, 6, 7, 8, 9, 10. റിലാക്സ്. ബട്ട് റിഡക്ഷൻ, ബട്ടിന് ഷേപ്പ് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർ ചെയ്യേണ്ട വർക്കൗട്ട്. ഓക്കെ, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40, 1, 2, 3, 4, 5, 6, 7, 8, 9, 10. റിലാക്സ്. അടുത്ത എക്സസൈസും ക്വയറ്റ് സിമിലർ ആണ്, പക്ഷേ ഷോൾഡർ സ്റ്റിഫ്നെസ് മാറുന്നതിനാണ് ചെയ്യുന്നത്. ഓക്കെ, യെസ്, ഇതേപോലെ നല്ലോണം ബെൻഡ് ചെയ്യുക, എന്നിട്ട് ഉയർന്നു വന്നേക്കുക. പുറത്ത് ദീപാവലിയുടെയാണ് പടക്കങ്ങൾ കേട്ടോ. 1, നിവർന്ന് വന്നേക്കുക. 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25. നമുക്ക് സ്റ്റോപ്പ് ചെയ്തിട്ട് റീസ്റ്റാർട്ട് ചെയ്തേക്കൂ കേട്ടോ. 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40, 41, 42, 43, 44, 45, 46, 47, 48, 49, 50. റിലാക്സ്. ഹാഫ് നമ്മൾ നിന്നുകൊണ്ടൊക്കെയുള്ള വർക്കൗട്ട് ചെയ്തെങ്കിൽ ഹാഫിന് നമ്മൾ ഇതുപോലെ കിടന്നുകൊണ്ട് ബെല്ലി ഫാറ്റ് റിഡക്ഷൻ എക്സസൈസ് ആണ് ചെയ്യുന്നത്. സോ സ്റ്റാർട്ട് ചെയ്യാം. യെസ്, 1, 2, 3, 4, 5, 6, 7, 8,
9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40, 1, 2, 3, 4, 5, 6, 7, 8, 9, 10. റിലാക്സ്. അടുത്ത അപ്പർ ബെല്ലി ഫാറ്റ് റിഡക്ഷൻ എക്സസൈസ്. ജസ്റ്റ് ലെഗ്സ് ഓപ്പൺ ചെയ്യുമ്പോൾ പില്ലോ 1, ക്ലോസ് 2, ക്ലോസ് 3, ക്ലോസ് 4, 5, close 6, close 7, close 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40, 10, 9, 8, 7, 6, 5, 4, 3, 2, 1. റിലാക്സ്. അടുത്ത എക്സസൈസ് ഇതേപോലെ തന്നെ വളരെ സിമ്പിളായിട്ടുള്ള ബെല്ലി ഫാറ്റ് റിഡക്ഷൻ എക്സസൈസ്. പില്ലോ ഉപയോഗിച്ചുകൊണ്ട് തന്നെ രണ്ട് സൈഡിലോട്ട്. ഓക്കെ, 1, 2, 3, 4. എന്ത് സൂപ്പർ എക്സസൈസാ. 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40, 1, 2, 3, 4, 5, 6, 7, 8, 9, 10. റിലാക്സ്. കാല് കുറച്ച് ഉയർത്തി വെച്ചേക്കുക. എന്നിട്ട് ഇതേപോലെ പില്ലോ ഉയർത്തിപ്പിടിച്ചേക്കുക. എന്നിട്ട് ഈ കാലുകൾ പില്ലോയുടെ മീതെ ജസ്റ്റ് ടച്ച് ചെയ്യട്ടെ. ഓക്കെ, ബാക്കിലോട്ട് വരട്ടെ. അത് ബെല്ലി ഫാറ്റ് ലോവോ ബെല്ലിക്ക് നല്ലപോലെ സഹായിക്കും. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40. Simple. 10 more. 1, 2, 3, 4,
5, 6, 7, 8, 9, 10. That's it. Relax. So simple. Dumbbells കയ്യിലെടുത്തേക്കൂ. ജസ്റ്റ് ഇതേപോലെ ലിഫ്റ്റ് ചെയ്ത് പിടിച്ചേക്കൂ. Then get up. 1, 2, 3, 4, 5, 6, 7. Wow. 8, 9. 1.5 kg dumbbells ആണ്. 10, 11, 12. ഹെവി ഡംബിൾസ് എടുക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ല. 13, 14, 15, 16, 17. പോളി എക്സസൈസ്. 18, 19, 20. come on. 21. ടോൺഡ് ബോഡി ഇമാജിൻ ചെയ്തുകൊണ്ട് ചെയ്യുക. 22, 23, 24, 25. റിലാക്സ്. റിപ്പീറ്റ് ചെയ്യാം. യെസ്, 25 റിപ്പീറ്റേഷൻ അഗെയിൻ. സ്ലോലി. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25. That's it. Relax. അടുത്ത എക്സസൈസ് നമുക്ക് നല്ലപോലെ ലോവർ ബെല്ലി കുറയുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. കുറച്ച് സ്ട്രെയിനുള്ള എക്സസൈസാണ്. അതിന് വേണ്ടി ചെയ്യേണ്ടത് കാലുകൾ ഇതേപോലെ തന്നെയാണ്, ഈ പൊസിഷനിൽ തന്നെയാണ് കീപ്പ് ചെയ്യുന്നത്. പക്ഷെ വൈഡൻ ചെയ്തിട്ട് ചെയറിൻ്റെ അല്ലെങ്കിൽ സ്റ്റൂളിൻ്റെ താഴോട്ട് കൊണ്ടുവരുന്ന രീതിയിലാണ്. ഓക്കെ, അപ്പോൾ കൈകൾ ഇങ്ങനെ ബട്ടനെ സപ്പോർട്ട് ചെയ്ത് വെച്ചേക്കുക കേട്ടോ. ഓക്കെ, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40, 10, 9, 8, 7, 6, 5, 4, 3, 2, 1. റിലാക്സ്. അനദർ സിമ്പിൾ എക്സസൈസ്. അടുത്തത് ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു എക്സസൈസാണ്. മാക്സിമം ഇതൊരു 45 മിനിറ്റ്സ് വർക്കൗട്ട് സെറ്റേ ഉണ്ടാവുള്ളൂ. നിങ്ങൾ ചെയ്ത് വരുമ്പോഴേക്കും ഇതൊരു 1 hour എക്സസൈസ് ആവും. നിർത്തി ചെയ്താൽ മതി. ശ്വാസം എടുത്ത് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് നല്ല ഫോഴ്സ്ഫുള്ളി ഒക്കെ ചെയ്ത് മെല്ലെ ചെയ്താൽ മതി. വെള്ളമൊക്കെ കുടിച്ച് റിലാക്സ് ചെയ്ത് ചെയ്താൽ മതി. പക്ഷേ ഒരു വർക്കൗട്ട് സെറ്റ് കഴിഞ്ഞ് പിന്നെ കുറേ കഴിഞ്ഞ് വന്ന് ബാക്കി പാതി ചെയ്യാം എന്ന് പറയരുത്. ഒറ്റ സ്ട്രെച്ചിൽ തന്നെ ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ അടുത്ത എക്സസൈസ്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34,
35, 36, 37, 38, 39, 40, 1, 2, 3, 4, 5, 6, 7, 8, 9, 10. റിലാക്സ്. എക്സസൈസ് ശ്രദ്ധിക്കുക. കൈ ഫ്രണ്ടിലോട്ട് വരുന്ന സമയത്ത് ബട്ട് ഇങ്ങനെ ഉയർത്തണം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, come on, 33, 34, 35, 36, 37, 38, 39, 40, wow, 41, 42, 43, 44, 45, 46, 47, 48, 49, 50. റിലാക്സ്. സിമ്പിളായിട്ടുള്ള കുറച്ച് എക്സസൈസോട് കൂടിയിട്ട് ഇത് തീരുവാണ്. സോ ദ ലാസ്റ്റ് ഫ്യൂ എക്സസൈസസ്. കാലുകൾ നല്ലോണം നീട്ടി വെച്ച് നല്ലോണം സ്ട്രെച്ച് ചെയ്തേക്കൂ. ദെൻ കൈകൾ നല്ലോണം ബാക്കിലോട്ട് പിടിച്ചേക്കുക, ടൈറ്റായിട്ട് പിടിച്ചേക്കുക. എന്നിട്ട് ജസ്റ്റ് ഫ്രണ്ടിലോട്ട് ഒന്നും ചെയ്യുന്നില്ല. അപ്പർ ബെല്ലിക്ക് വേണ്ടിയിട്ടുള്ള എക്സസൈസാണ്. ജസ്റ്റ് കൈകൾ ടൈറ്റായിട്ട് പിടിക്കുന്നു, ഫ്രണ്ടിലോട്ട് ജസ്റ്റ് ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു ബോഡീനെ. 1, 2, 3. ഇത് സിമ്പിളാണ്. 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40, 1, 2, തീരാറായി, 3, 4, 5, 6, 7, 8, 9, 10. റിലാക്സ്. സെക്കൻഡ് ലാസ്റ്റ് എക്സസൈസ്. ഓക്കെ, കാലുകൾ ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഫ്രണ്ടിലോട്ട്. 1, ജസ്റ്റ് ഫ്രണ്ടിലോട്ട് വന്നാൽ മതി, എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40, 1, 2, 3, 4, 5, 6, 7, 8, 9, 10. റിലാക്സ്. എപ്പോഴും ചെയ്യാൻ പറ്റുന്ന ഒരു ബെല്ലി ഫാറ്റ് റിഡക്ഷൻ എക്സസൈസ്. സോ സിമ്പിൾ. ഞാൻ എന്നും ചെയ്യുന്നൊരു വർക്കൗട്ട്. നിങ്ങൾക്കും അതെന്നും ചെയ്യാം. 100 റിപ്പീറ്റേഷനൊക്കെ വളരെ ഈ സ്പീഡിൽ നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ എക്സസൈസ്. വെരി സിമ്പിൾ എക്സസൈസ്. സോ ജസ്റ്റ് 2 കൈകൾ കൂടി കൂട്ടിപ്പിടിച്ചേക്കുക. കാല് ഫ്രണ്ടിലോട്ട് വരുമ്പോൾ ഒന്ന് മുട്ടിച്ചേക്കുക. സോ സിമ്പിൾ. ഫാസ്റ്റായിട്ട് പോട്ടെ. 1, 2, 3, 4, 5,
6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40. 10, 9, 8, 7, 6, 5, 4, 3, 2, 1. Yes, relax. ഇനിയൊന്നുമില്ല, ജസ്റ്റ് സ്ട്രെച്ചിങ് ചെയ്തിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. അപ്പോൾ കൈകൾ നല്ലോണം കാലിനെ ചേർത്ത് കൂട്ടിപ്പിടിച്ച് ഇതേപോലെ കൂട്ടിപ്പിടിച്ച് വയ്ക്കുക. ഓക്കെ, നല്ലോണം സ്ട്രെച്ച് ചെയ്യൂ, നല്ലോണം ടൈറ്റായിട്ട് പിടിക്കൂ, ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യൂ. ദെൻ ഒരു കാല് നല്ലോണം നീട്ടൂ, വീണ്ടും സെയിം തന്നെ റിപ്പീറ്റ് ചെയ്യൂ, ടൈറ്റായിട്ട് പിടിക്കൂ, ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യൂ. ദെൻ ഈ കാല് ടൈറ്റായിട്ട് പിടിക്കൂ, മറ്റേ കാല് നല്ലോണം നീട്ടൂ, ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യൂ, ടൈറ്റായിട്ട് പിടിക്കൂ, നല്ലോണം സ്ട്രെച്ച് ചെയ്യൂ, ചെസ്റ്റിനോട് ചേർത്ത് പിടിക്കൂ. യാ, ദാറ്റ്സ് ഇറ്റ്. ആൻഡ് രണ്ട് കാലും നല്ലപോലെ കൂട്ടിപ്പിടിച്ചിട്ട് ഇങ്ങനെ റൗണ്ടിൽ 1, 2, 3, 4, 5. ഇത് ചെയ്യുന്നവരുടെ ബാക്കിന് ഞാനാണ് ഗ്യാരണ്ടി. ഒരിക്കലും ബാക്ക് പെയിൻ വരില്ല. തിരിച്ചിങ്ങോട്ടും ചെയ്യൂ. 1, 2, ഒരു 2 റിപ്പീറ്റേഷൻ കൂടിപ്പോയതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല. 2, 3, 4 and 5. ഇത് 10 റിപ്പീറ്റേഷൻ ചെയ്തു, അത് 30 റിപ്പീറ്റേഷൻ ചെയ്തു, ഒക്കെ വളരെ നല്ലതാണ്. ബാക്ക് നല്ല അടിപൊളിയായിട്ടിരിക്കും. ഇനി ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും 1, 2, 1, 2, 1, 2. ദാറ്റ്സ് ഇറ്റ്. കാല് നല്ലോണം നീട്ടിയിട്ട് മലന്ന് നല്ല ശവാസനത്തിൽ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്ത് അങ്ങ് കടന്നേക്കൂ. ഫാൻ നല്ല ഫുൾ ഓൺ ആക്കി വയ്ക്കുക. നല്ലോണം സ്വെറ്റ് നന്നായിട്ട് വറ്റുന്നത് വരെ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്ത് റിലാക്സ് ചെയ്ത് നല്ല ഡ്രീം കണ്ടിട്ട് കുറച്ച് നേരം അവിടെ കിടന്നോളൂ. അതിനുശേഷം സാവധാനം ഒരു സൈഡിലോട്ട് തിരിഞ്ഞെണീറ്റിട്ട് ബോട്ടിലിരിക്കുന്ന വെള്ളം ബാക്കിയിരിക്കുന്നത് കൂടി കുടിച്ചിട്ട് നമുക്കിത് അവസാനിപ്പിക്കാം. ഓക്കെ, ഞാനിപ്പോൾ എണീറ്റത് എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ടാണ്. നിങ്ങൾ എണീക്കേണ്ടത് സൈഡിലോട്ട് കൈകുത്തിയാണ് കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അത്രയേ ഉള്ളൂ. വാമപ്പ് ചെയ്തിട്ട് വർക്കൗട്ട് ചെയ്യുക, സ്ട്രെച്ചിങ് ചെയ്തിട്ട് അവസാനിപ്പിക്കാവൂ. ഇതൊന്നിച്ച് ചെയ്ത വീഡിയോ ആണ്. ഇങ്ങനത്തെ വീഡിയോ ഒക്കെ എപ്പോഴെങ്കിലും ആണ് വരുന്നത്. അതുകൊണ്ട് ഇത് മാക്സിമം എൻജോയ് ചെയ്യുക. അടിപൊളിയായിട്ട് വർക്കൗട്ട് ചെയ്യുക. മോർണിംഗ് ആൻഡ് ഈവനിങ് 2 റിപ്പീറ്റേഷൻ ചെയ്താൽ അതിൻ്റെ ബെനിഫിറ്റ് വിത്തിൻ 3 ഡേയ്സിൽ നിങ്ങൾക്കത് ബോഡിയിൽ കണ്ടിരിക്കും. വർക്കൗട്ട് കൊണ്ട് വരുത്താൻ പറ്റുന്ന മാജിക്കുകളെ നിങ്ങളുടെ ബോഡിയിലുള്ളൂ. എന്തെങ്കിലും മാജിക് ആ ബോഡിയിൽ സംഭവിപ്പിക്കണമെങ്കിൽ അതിന് വർക്കൗട്ട് തന്നെ വിചാരിക്കണം, വേറെ ഒരു രക്ഷയില്ല. ആൻഡ് അപ്പോൾ വിചാരിക്കും ഡയറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. അത് വെറും തെറ്റിദ്ധാരണയാണ്. ഡയറ്റ് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് നല്ലപോലെ വർക്കൗട്ട് ചെയ്താലാണ് നല്ല ക്ലെൻസ്ഡ് ആയിട്ട് ഡിറ്റോക്സിഫൈഡ് ആയിട്ടുള്ള സൂപ്പർ ബ്യൂട്ടിഫുൾ ബോഡി കിട്ടുന്നത്. മനസ്സിലായോ? അപ്പോൾ നമുക്ക് വർക്കൗട്ടും ഡയറ്റും ഒന്നിച്ച് ചെയ്യാം. ഇതിൽ ഡയറ്റ് പ്ലാനുകളും ആൻഡ് ഫേസ് യോഗ പോലുള്ളതിൻ്റെയൊക്കെ ടിപ്സൊക്കെ വരുന്നത് ഷോർട്സിലാണ്. സോ അത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക, മിസ് ചെയ്യാതിരിക്കുക കേട്ടോ. സോ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതിന് മുമ്പ് എൻ്റെ പ്രൈവറ്റ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ, അതായത് ഈ മോട്ടിവേഷനും സപ്പോർട്ടും പറഞ്ഞ് മനസ്സിലാക്കി തരലും ഒക്കെ നേരിട്ട് ഞാൻ ചെയ്യണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ അതിന് വേണ്ടി ചെയ്യേണ്ടത് ഈ കാണുന്ന ഇൻസ്റ്റാഗ്രാം ID കണ്ടോ, അതിലോട്ട് എനിക്കൊരു മെസ്സേജ് ഇട്ട് വെച്ചാൽ മതി. സോ അതിന് ഫീസിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ അവിടെ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു, ലവ് യു. ഇപ്പോൾ തോന്നുന്നൊരു പോസിറ്റീവ് എനർജിയില്ലേ, നല്ലോണം ഞാൻ വർക്കൗട്ട് ചെയ്തു. ആ പോസിറ്റീവ് എനർജിയാണ് നമ്മുടെ ബോഡീനെ ഇങ്ങനെ ബിൽഡ് ചെയ്ത് വേറെ ലെവൽ ഒരു പേഴ്സൺ ആക്കുന്നത്. സോ ഈ ഒരു പോസിറ്റീവ് എനർജി എന്നും വേണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? 2 തരം നല്ല തകർപ്പനായിട്ട് എക്സസൈസ് ചെയ്യുക. അത്രയേ ഉള്ളൂ കേട്ടോ. സോ ലവ് യു. ഉമ്മ എല്ലാവരും കെട്ടിപ്പിടിച്ചു. ബൈ ബൈ ബൈ.